കർക്കടക പെയ്ത്തിലൂടെ ഉയർന്നു കേൾക്കുന്ന രാമായണത്തിൻ്റെ മന്ത്രമധുരധ്വനി. നാം ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം രാമായണ മാസം കൂടിയാണ്. കർക്കടകത്തിലെ ദുർഘടമൊഴിയാൻ രാമായണ പാരായണം ചെയ്യാൻ നമ്മുടെ പൂർവികർ നമ്മെ പ്രേരിപ്പിച്ചു. രാമായണം നമ്മുടെ ഹൃദയസ്പന്ദനമാണ്. കർക്കിടകത്തിലെ തീർത്ഥാടനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് നാലമ്പല തീർത്ഥാടനമാണ്. ഒരു ദിവസം കൊണ്ട് ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക എന്നതാണ് രീതി. അന്നേ ദിവസം ഉച്ചയോടെ 4 അമ്പലങ്ങളിലും തൊഴുതു മടങ്ങണം എന്നാണ് വിശ്വാസം. രാമായണം മുഴുവൻ പാരായണം ചെയ്യുന്ന ഫലം ഈ 4 അമ്പല ദർശനത്തിൽ നിന്ന് ലഭിക്കുമെന്നതാണ് മറ്റൊരു വിശ്വാസം. മലബാർ ദേശത്തെ 4 അമ്പലങ്ങൾ കണ്ണൂർ ജില്ലയിലാണ്. 4 അമ്പലങ്ങളിൽ ആദ്യ ദർശനം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം. നീരുകൊണ്ട്, അതായത് നീരൊഴുക്കുകൊണ്ട് വേലി തീർത്ത സ്ഥലം എന്ന അർത്ഥത്തിലാണ് ആ പ്രദേശത്തിന് ആ പേര് വരാൻ കാരണമെന്ന് പറയപ്പെടുന്നു. 5000 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടത്രേ. ശ്രീരാമൻ ഖരവധത്തിന് ശേഷം നിൽക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠയെന്നും അല്ല മാരീച നിഗ്രഹത്തിന് ശേഷമുള്ള രൂപത്തിലാണെന്നും 2 അഭിപ്രായം കാണുന്നുണ്ട്. മട്ടന്നൂർ കൂത്തുപറമ്പ് റോഡിൽ നിർമ്മലഗിരിക്കടുത്തുള്ള അളകാപുരിയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നീർവേലി ക്ഷേത്രത്തിലെത്താം. മനോഹരമായ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന് ചുറ്റും തുളസിച്ചെടികൾ വളർന്നു നിൽക്കുന്നു. അവിടുത്തെ പ്രധാന വഴിപാട് നെയ്വിളക്കാണ്. ഒരാൾ 2 വിളക്ക് തെളിയിക്കണം. ഒന്ന് ഗണപതി ഭഗവാനും മറ്റൊന്ന് ശ്രീരാമസ്വാമിക്കും. ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർക്ക് പ്രഭാത ഭക്ഷണമുണ്ട്. നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവും ചൂടുകാപ്പിയുമാണ് ഭക്ഷണം. 4 അമ്പല ദർശനത്തിൽ രണ്ടാമതായി ദർശിക്കുന്നത് പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രമാണ്. ഇവിടെ ലക്ഷ്മണ പ്രതിഷ്ഠയാണ്. മട്ടന്നൂരിൽ നിന്നും ഉരുവച്ചാൽ മണക്കായി റോഡിൽ 2 കിലോമീറ്റർ ദൂരത്തിലാണ് പെരിഞ്ചേരി ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1000 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാമൻ മാരീച നിഗ്രഹത്തിനായി പോകുന്ന അവസരത്തിൽ സീതയ്ക്ക് കാവൽ നിൽക്കുന്ന രൗദ്രരൂപിയായ ലക്ഷ്മണനാണ് ഇവിടെ കുടികൊള്ളുന്നത്. മഞ്ഞപ്പട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. നെയ്വിളക്കും പ്രധാനം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്ത് അതിമനോഹരവും വിശാലവുമായൊരു കുളമുണ്ട്. ഒതുക്കുകൾ ഇറങ്ങിയാണ് ക്ഷേത്രക്കുളത്തിലേക്ക് എത്തേണ്ടത്. അവിടെയാണ് ഭക്തന്മാർ മീനൂട്ട് എന്ന വഴിപാട് നടത്തുന്നത്. വലുതും ചെറുതുമായ ധാരാളം മത്സ്യങ്ങൾ കുളത്തിലുണ്ട്. ഭക്തർ സമർപ്പിക്കുന്ന അരിമണികളാണ് അവയുടെ പ്രധാന ഭക്ഷണം. കുളത്തിൻ്റെ കരയിൽ കുളത്തുങ്കര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അവിടെ സീതാദേവിയാണ് പ്രതിഷ്ഠ. മൂന്നാമതായി ദർശനം നടത്തുന്ന ക്ഷേത്രം ഭരതന്റെ ക്ഷേത്രമാണ്. എളയാവൂരിലെ ഭരത ഭഗവതി ക്ഷേത്രമാണത്. കണ്ണൂർ ജില്ലയിലെ ഏക ഭരത ക്ഷേത്രമാണിത്. ഇതുപോലെ മറ്റൊരു ഭരതക്ഷേത്രം തൃശൂർ ജില്ലയിലെ കൂടൽമാണിക്യ ക്ഷേത്രമാണ്. ഭരതൻ താപസവേഷത്തിൽ ജപമാലയോടുകൂടി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കണ്ണൂർ മട്ടന്നൂർ റോഡിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ വലതുവശത്തു കൂടിയുള്ള റോഡിലൂടെ ഏകദേശം 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശ്രീ ഭരതസ്വാമി കുടികൊള്ളുന്ന എളയാവൂർ ക്ഷേത്രത്തിലെത്താം. ഇവിടുത്തെ പ്രധാന വഴിപാട് താമരമുട്ട് സമർപ്പണമാണ്. അഭീഷ്ടകാര്യസിദ്ധിക്ക് താമരമുട്ട് സമർപ്പണം അതിവിശേഷമാണെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. 4 അമ്പല ദർശനത്തിൽ 4ാമത്തേതും അവസാനത്തേതുമായത് പായം മഹാവിഷ്ണു ക്ഷേത്രമാണ്. ശത്രുഘ്ന സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇരിട്ടി പേരാവൂർ റോഡിൽ നിന്ന് ജബ്ബാർ കടവ് പാലം, അവിടെ നിന്ന് ഇടതുവശത്തോട്ട് 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. വൃത്താകാരത്തിലുള്ളതാണ് ക്ഷേത്ര ശ്രീകോവിൽ എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ശത്രുഘ്നൻ ഭഗവാന്റെ സുദർശന ചക്രത്തിൻ്റെ അംശാവതാരമാണെന്ന് വിശ്വസിക്കുന്നു. അതിനാൽ ഇവിടുത്തെ പ്രധാന വഴിപാട് ചക്രസമർപ്പണമാണ്.
സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവയിൽ നിർമ്മിച്ച ചക്രങ്ങളുണ്ട്. ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി അല്പനിമിഷങ്ങൾക്കകം അതിശക്തമായ മഴ പെയ്തു. മഴയുടെ തണുപ്പിൽ ചൂടുകഞ്ഞി കുടിച്ചപ്പോഴുള്ള ആനന്ദം പറഞ്ഞറിയിക്കാനാവതല്ല. ക്ഷേത്രത്തിന് പുറത്തായി ഭക്തരെ കാത്ത് തുണിത്തരങ്ങളുടെയും മാല, കമ്മൽ, കളിക്കോപ്പുകൾ എന്നിവയുടെയും നാടൻ മരുന്നുകളുടെയും മുളയരി പായസത്തിൻ്റെയും മറ്റു ഭക്ഷ്യവസ്തുക്കളുടെയും സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. രാമായണമടക്കമുള്ള പുസ്തകങ്ങളും മറ്റ് പൂജാ സാമഗ്രികളും വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. ഏതായാലും 2025 കർക്കിടക മാസത്തെ നാലമ്പല തീർത്ഥാടനം അതീവ ഹൃദ്യവും ഭക്തിസാന്ദ്രവുമായിരുന്നു. ഏവർക്കും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.